ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് 2024 ഏപ്രിലിൽ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു 25,000 രൂപയിൽ താഴെ വരുന്ന കിഡിലൻ ഫോണുകളാണ്. അപ്പോൾ ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടി ഓണാക്കി വെച്ചാൽ ഞങ്ങളിടുന്ന ഓരോ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. നമുക്ക് ഈ റേഞ്ചിൽ വാങ്ങാൻ പറ്റുന്ന മോട്ടോറോളയുടെ ഒരു നല്ല ഫോണാണ് മോട്ടോ എഡ്ജ് 40 നിയോ. ഇത് കുറച്ച് നാളായിട്ട് സ്റ്റോക്കിൽ ഉണ്ടായിരുന്നില്ല ഓൺലൈൻ സൈറ്റുകളിൽ, എന്നാലിപ്പോൾ അവൈലബിൾ ആണ്. ഓൺലൈൻ സൈറ്റുകളെല്ലാം സ്റ്റോക്ക് അവൈലബിൾ ആണ്. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ ഇതിൽ 6.55 ഇഞ്ച് ഡിസ്പ്ലേ, 144 ഹെർട്സ് റിഫ്രഷിംഗ് റേറ്റ്, MediaTek Dimensity 7030 പ്രോസസ്സർ, 8GB RAM, 128GB ഇൻറ്റേർണൽ സ്റ്റോറേജ്. അതുപോലെ ക്യാമറ ഭാഗം നോക്കുകയാണെങ്കിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ്. 50 മെഗാ പിക്സലിൻ്റെ പിന്നെ 13 മെഗാ പിക്സൽ. അത് തന്നെ 4K വീഡിയോ റെക്കോർഡിംഗ് ഓപ്ഷനും അതിൽ ലഭ്യമാണ്. ഫ്രണ്ട് ക്യാമറ വരുന്നത് 32 മെഗാ പിക്സലാണ്. 5000 mAh നല്ലൊരു ബാറ്ററി ബാക്കപ്പും 68 വാട്ട് ചാർജിങ്ങുമാണ് ഈ ഫോണിൽ വരുന്നത്. ഈ ഒരു റേഞ്ചിൽ വാങ്ങിക്കാൻ പറ്റുന്ന OnePlusൻ്റെ ഒരു ഫോണാണ് OnePlus Nord CE4. ഇത് എൻ്റെ ഡിസ്പ്ലേ ഭാഗം നോക്കുകയാണെങ്കിൽ 6.7 ഇഞ്ച് ഡിസ്പ്ലേ, 120 ഹെർട്സ് റിഫ്രഷിംഗ് റേറ്റ്, Snapdragon 7 Gen 3 പ്രോസസ്സർ, 8GB RAM, 128GB ഇൻറ്റേർണൽ സ്റ്റോറേജ്. ക്യാമറ ഭാഗം നോക്കുകയാണെങ്കിൽ 50 മെഗാ പിക്സൽ പിന്നെ 8 മെഗാ പിക്സൽ, അങ്ങനെ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് റിയർ ക്യാമറയിൽ. അതിൽ 4K വീഡിയോ റെക്കോർഡിംഗ് ഓപ്ഷൻ ഉണ്ട്. ഫ്രണ്ട് ക്യാമറ വരുന്നത് 16 മെഗാ പിക്സലാണ്. 5500 mAh ബാറ്ററി ബാക്കപ്പും 100 വാട്ട് ചാർജിങ്ങും ഈ ഫോണിൽ വരുന്നുണ്ട്. ഡ്യുവൽ സിം നാനോ, അതിൽ സിം 2 ഹൈബ്രിഡും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു റേഞ്ചിൽ തന്നെ വരുന്ന മറ്റൊരു ഫോണാണ് പോക്കോ X6 Pro 5G. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ MediaTek Dimensity 8300 അൾട്രാ പ്രോസസ്സർ, 6.67 ഇഞ്ച് ഡിസ്പ്ലേ, 120 ഹെർട്സ് റിഫ്രഷിംഗ് റേറ്റ്, 8GB RAM, 256GB ഇൻറ്റേർണൽ സ്റ്റോറേജ്. അതുപോലെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് ഇതിൻ്റെ റിയർ ക്യാമറയിൽ വരുന്നത്. 64 മെഗാ പിക്സൽ പിന്നെ 8 മെഗാ പിക്സൽ പിന്നെ 2 മെഗാ പിക്സൽ. അതുപോലെ തന്നെ 4K വീഡിയോ റെക്കോർഡിംഗ് ഓപ്ഷനും ലഭ്യമാണ്. ഫ്രണ്ട് ക്യാമറ വരുന്നത് 16 മെഗാ പിക്സലാണ്. 5000 mAh ബാറ്ററി ബാക്കപ്പും 67 വാട്ട് ചാർജിങ്ങും ഈ ഫോണിൽ വരുന്നുണ്ട്. ഈ ഒരു റേഞ്ചിൽ സാംസങ്ങിൻ്റെ ഫോൺ നോക്കുന്നവർക്ക് വാങ്ങിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഫോണാണ് സാംസങ് M55 5G. ഇത് ആൻഡ്രോയിഡ് V14 ബേസ് ചെയ്തുകൊണ്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം 6.7 ഇഞ്ച് ഡിസ്പ്ലേ, 120 ഹെർട്സ് റിഫ്രഷിംഗ് റേറ്റ്, Snapdragon 7 Gen 1 പ്രോസസ്സർ, 8GB RAM, 128GB ഇൻറ്റേർണൽ സ്റ്റോറേജ് 1TB വരെ എക്സ്പാൻഡബിൾ ആണ്. 50 മെഗാ പിക്സലിൻ്റെ നല്ലൊരു കിഡിലൻ ക്യാമറയും 4K വീഡിയോ റെക്കോർഡിംഗ് ഓപ്ഷനും റിയർ ക്യാമറയിൽ വരുന്നുണ്ട്. ഫ്രണ്ട് ക്യാമറയും 50 മെഗാ പിക്സലുണ്ട്, അതിലും 4K വീഡിയോ റെക്കോർഡിംഗ് ഓപ്ഷൻ ഉണ്ട്. 5000 mAh ബാറ്ററി ബാക്കപ്പും 45 വാട്ട് ഫാസ്റ്റ് ചാർജിങ്ങും ഈ ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഡ്യുവൽ സിം നാനോ, അതിൽ സിം 2 ഹൈബ്രിഡും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ലിസ്റ്റിലുള്ള 5-ാമത്തെ ഫോണാണ് നത്തിങ് ഫോൺ 2A. ഇത് ആൻഡ്രോയിഡ് V14 ബേസ് ചെയ്തുകൊണ്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം, 6.7 ഇഞ്ച് ഡിസ്പ്ലേ, 120 ഹെർട്സ് റിഫ്രഷിംഗ് റേറ്റ്, MediaTek Dimensity 7200 Pro പ്രോസസ്സർ, 8GB RAM, 128GB ഇൻറ്റേർണൽ സ്റ്റോറേജ്. അതുപോലെ ക്യാമറ ഭാഗം നോക്കുകയാണെങ്കിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് റിയർ ക്യാമറയിൽ. അത് 50 മെഗാ പിക്സലിൻ്റെ 2 ക്യാമറ വരുന്നുണ്ട്. അതും 4K വീഡിയോ റെക്കോർഡിംഗ് ഓപ്ഷൻ അവൈലബിൾ ആണ്. ഫ്രണ്ട് ക്യാമറ വരുന്നത് 32 മെഗാ പിക്സലാണ്. 5000 mAh നല്ലൊരു ബാറ്ററി ബാക്കപ്പും 45 വാട്ട് ചാർജിങ്ങും, Type-C USB പോർട്ട്, ഡ്യുവൽ സിം, ഇതെല്ലാം ഈ ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെ മറ്റ് നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ ഗുഡ് ബൈ.